ഇവിടയിൽ വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് ഡെവലപ്മെൻറ്റുകളാണ്. പ്രത്യേകിച്ച് ഇറാൻ അമേരിക്ക ചർച്ച ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ യുറേനിയത്തിൽ തടഞ്ഞു നിൽക്കുകയാണ്. ഇതുവരെ ഫർദറായിട്ട് ആ ഒരു ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ധാരണയിലെത്താൻ കഴിഞ്ഞിട്ടില്ല ഇറാനും അമേരിക്കയും തമ്മിൽ. ഇറാൻ്റെ ഡെലിഗേഷൻസ് ദോഹയിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനെ കൊണ്ട് ഇറാൻ അമേരിക്ക ചർച്ചയ്ക്കിടയിൽ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതിനെ തുടർന്ന് ഒരു ലാസ്റ്റ് ഫേസ് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇറാൻ ഡെലിഗേഷൻസ് ദോഹയിൽ എത്തിയിട്ടുണ്ട്. ദോഹയിൽ വെച്ചിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. നോൺ സ്റ്റോപ്പ് മാരത്തോൺ ചർച്ചകളാണ് നടക്കുന്നത്. ശരിക്കും ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റും അതേപോലെ ന്യൂക്ലിയർ സ്റ്റോക്ക് പൈൽസ് കൈമാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, അതുപോലെ തന്നെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, ഇതാണ് ഏറ്റവും ലാസ്റ്റ് പോയിന്റായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ചർച്ച പരാജയപ്പെട്ടാൽ ഒരു ആക്രമണത്തിലേക്ക് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങും. ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ വളരെ സീരിയസ് ആയിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ചർച്ചയെ. ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ ഇന്റർനെറ്റ് റീസ്റ്റോർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് എലക്റ്റഡ് ആയിട്ടുള്ള ഡെമോക്രാറ്റിക്കലി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. അതിനെ IRGC ചോദ്യം ചെയ്തിരിക്കുകയാണ്. എന്ത് റൈറ്റ് ആണ് നിങ്ങൾക്കുള്ളത് ഇന്റർനെറ്റ് റീസ്റ്റോർ ചെയ്യണമെന്ന് പറയാൻ? അതിനുള്ള റൈറ്റ് ആരാണ് തന്നെന്നുള്ള ചോദ്യമാണ് മസൂദ് പെസസ്കിയാൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. മസൂദ് പെസസ്കിയാൻ്റെ വില ഇറാൻ്റെ ഉള്ളിൽ എത്രമാത്രം എന്നുള്ളതാണ് ഇതിൽ നിന്നും വെളിവാകുന്നത്. ട്രംപ് ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഡെമോക്രാറ്റിക് ഭരണകൂടം അതേപോലെ ഒബാമ ഇറാനുമായിട്ട് ഉണ്ടാക്കിയ ഡീലിനെ കളിയാക്കി ട്വീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിലൊന്നും കാര്യമില്ല. ട്രംപ് ഒരു ബെസ്റ്റ് നെഗോസിയേഷൻ ചെയ്യുമെന്നാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നെഗോസിയേഷൻ. ഇതുവരെ ഇറാൻ ആണെന്നുണ്ടെങ്കിൽ അമ്പിനും വില്ലിനും അടുക്കാത്ത അവസ്ഥയാണ്. ഒബാമ യുറേനിയം എൻറിച്ച്മെൻറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റിയും ഒരുക്കി കൊടുത്തു. അതേപോലെ തന്നെ കെട്ടുകണക്കിൽ ഡോളർ പണമായിട്ട് നൽകിയിട്ടുമുണ്ട് എന്നുള്ള തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ട്രംപ് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇറാൻ ഡീൽ സാധ്യമാകട്ടെ, ഒബാമയെക്കാളും ബെസ്റ്റ് ഡീൽ ഇറാനുമായിട്ട് നടപ്പിലാക്കിയിട്ട് ട്രംപ് ഈ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ അക്സെപ്റ്റബിൾ ആയിരിക്കും. IRGC ആണെങ്കിൽ ഈ മൊമെന്റ് വരെ എൻറിച്ച്ഡ് യുറേനിയം മറ്റൊരു സ്ഥലത്തേക്ക് കൈമാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നോ എന്നുള്ള ആൻസറാണ് പറഞ്ഞിട്ടിരിക്കുന്നത്. അവരൊരിക്കലും അവരുടെ പക്കൽ എൻറിച്ച്മെന്റ് ചെയ്തു വെച്ചിരിക്കുന്ന യുറേനിയം കൈമാറാൻ പോകുന്നില്ല. ഇത് ശരിക്കും ഇങ്ങനെ ചർച്ച നടത്തി അലമ്പായി തീരത്തേ ഉള്ളൂ. ട്രംപിന് ഇത് വീണ്ടും നാണക്കേട് തന്നെയാണ്. അൽ ഹദാദ് എന്ന് പറഞ്ഞ ഒരു പത്രം മാത്രം പറഞ്ഞിരിക്കുന്നത് ഇറാൻ എൻറിച്ച്ഡ് യുറേനിയം ചൈനയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള തരത്തിലൊരു വാർത്ത അൽ ഹദാദ് എന്ന് പറഞ്ഞ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് എത്രമാത്രം സത്യസന്ധമായിട്ടുള്ള വാർത്തയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇങ്ങനെ ഒരേ ഒരു മാധ്യമം മാത്രം ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബെസായൽ സ്മൂട്രിച്ച് പറഞ്ഞിരിക്കുന്നത് കാർപ്പറ്റ് ബോംബിംഗ് നടത്തണം ബെയ്റൂത്തിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ FPV ഡ്രോണുകളൊക്കെ അവർ നിരന്തരം ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം കാർപ്പറ്റ് ബോംബിംഗ് നടത്തി മൊത്തത്തിൽ വൈപ്പ് ഔട്ട് ചെയ്യണമെന്നാണ് ബെസായൽ സ്മൂട്രിച്ച് പറഞ്ഞിരിക്കുന്നത്. ടാറ്റ ഇലക്ട്രോണിക്സ് അസ്സാമിൽ സെമി കണ്ടക്ടർ ചിപ്പ് മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 27,120 കോടിയാണ് ചിപ്പ് പാക്കിംഗ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ പ്ലാന്റിൽ 48 മില്യൺ ചിപ്പ് പെർ ഡേ ഉൽപ്പാദിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. ഇന്ത്യയും US തമ്മിൽ മേക്ക് ഇൻ ഇന്ത്യ ആ പെർസ്പെക്റ്റീവിൽ ഡിഫൻസ് കോപ്പറേഷൻ, പ്രത്യേകിച്ച് ഇൻഡോ പസഫിക് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് US അതിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുമ്പോഴായിരിക്കും ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക അവരുടേതായിട്ടുള്ള നിലപാടുകൾ കുറച്ചുകൂടെ വ്യക്തമാക്കി മനസ്സിലാക്കി തരുന്നത്. ആ സാഹചര്യത്തിൽ നമുക്ക് ആ പ്രോജക്റ്റിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. പലതവണ അമേരിക്കയുമായിട്ട് ഇത്തരത്തിലുള്ള അനുഭവം ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു സൈഡിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ സ്ട്രാറ്റജിക് ഡിഫൻസ് പാർട്ട്ണർഷിപ്പ് ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഡീലും സൈൻ ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ റെഡ് ഫോർട്ടിൻ്റെ മുന്നിൽ നടന്ന പൊട്ടിത്തെറി അൽ-ഖയ്ദയുമായിട്ട് ബന്ധമുണ്ടെന്നുള്ളൊരു തെളിവാണ് ലഭിച്ചിരിക്കുന്നത്. അതിനെ തുടർന്ന് ഈ അന്വേഷണം ഈ ഡോക്ടർ മൊഡ്യൂളിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തതിൽ അവസാനം ചെന്നെത്തിയത് അൽ-ഖയ്ദയിലേക്കാണ്. റേസിസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അമേരിക്കയുടെ ഉള്ളിൽ പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്കെതിരെ പലപ്പോഴായിട്ട് ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിനെ തുടർന്ന് അമേരിക്കയ്ക്ക് അങ്ങനെ റേസിസം ഇല്ല എന്നുള്ള ആ ഒരു വിഷയം സ്റ്റുപ്പിഡ് സ്റ്റഫ് എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആ സ്റ്റേറ്റ്മെൻറ്റിനെ തന്നെ തള്ളിക്കളഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്കും US തമ്മിലുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രാറ്റജിക് ടൈസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ ഇറാൻ മീഡിയേഷൻ്റെ റോളുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ചോദ്യം അഡ്രസ്സ് ചെയ്തപ്പോൾ മാർക്കോ റൂബിയോ പറഞ്ഞത് ഇന്ത്യ ഫോക്കസ് ചെയ്യുന്നത് തീവ്രവാദത്തിനെതിരെയാണ്, മറിച്ച് പാകിസ്ഥാനെതിരെയല്ല. അപ്പം അതുകൊണ്ട് പാകിസ്ഥാൻ ഇറാൻ വിഷയത്തിൽ മീഡിയേഷൻ ചെയ്യുന്നതിൽ ഇന്ത്യ ബോധേഡ് ആവുന്നില്ല എന്നുള്ളതാണ് പുള്ളിക്കാരൻ
അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാൻ ഇറാൻ വിഷയത്തിൽ മീഡിയേഷൻ ചെയ്യുന്നതിൽ ഇന്ത്യക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതാണ് പുള്ളിക്കാരൻ്റെ അണ്ടർസ്റ്റാൻഡിംഗ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ തന്നെയാണ്. നമുക്ക് ആ വിഷയത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മളുടെ നിലപാട് ആദ്യം മുതൽ. ഇൻഫാക്റ്റ് ഇന്ത്യയെ പലരും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഇറാൻ അമേരിക്ക വിഷയത്തിൽ മീഡിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ അതിനകത്ത് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നമ്മൾ ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്കിടയിൽ മീഡിയേഷന് വേണ്ടിയിട്ട് പലരും നാളെ ഇറങ്ങി വരും. പ്രത്യേകിച്ച് കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യക്ക് വളരെ കൃത്യമായിട്ട് അറിയാം എവിടെ എന്ത് ചെയ്യണം എന്നുള്ളത്. അതിനനുസരിച്ചുള്ള തീരുമാനങ്ങളാണ് ഇന്ത്യയുടെ ഫോറിൻ മിനിസ്ട്രിയും ഇന്ത്യൻ ഗവൺമെൻറ്റും എടുക്കുന്നത്. അതുപോലെ US-ൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഭാര്യയും താജ്മഹൽ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ജപ്പാന്റെ ഫോറിൻ മിനിസ്റ്റർ മൊറ്റേഗി ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്, ന്യൂഡൽഹിയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ ജയശങ്കറുമായിട്ട് ചർച്ച നടത്തും. അതുപോലെ പ്രൈം മിനിസ്റ്റർ മോദിയുമായിട്ടും കൂടിക്കാഴ്ച നടത്തും. അതുപോലെ ഓസ്ട്രേലിയൻ ഫോറിൻ മിനിസ്റ്റർ പെന്നി വോങ്ങും ന്യൂഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാകിസ്ഥാനിൽ ബലൂചിസ്ഥാനിൽ ക്വറ്റ മേഖലയിൽ നടത്തിയ ആക്രമണത്തിന് ഉത്തരവാദിത്തം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഏറ്റെടുത്തിട്ടുണ്ട്. ഇതുവരെ ആ ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 82 മൊത്തത്തിൽ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ട്രെയിനിൽ പാകിസ്ഥാൻ്റെ ആർമി ഉദ്യോഗസ്ഥരാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. വലിയൊരു കോൺവോയാണ്. ആ കോൺവോയെ എയിം ചെയ്തിട്ടാണ് ഈ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ടാർഗറ്റഡ് അറ്റാക്കാണ്, പ്രിസൈസ് അറ്റാക്കാണ്. ഈ പൊട്ടിത്തെറിയിലാണ് 82 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. 100-ലധികം പേർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ട്. ഇന്ത്യ നെക്സ്റ്റ് ജെൻ കോമ്പാക്ട് വെഹിക്കിളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ മെക്കാനിക്കൽ വാർഫെയർ ഇൻ ചൈന, അതേപോലെ പാകിസ്ഥാൻ ബോർഡർ, 2 ബോർഡറുകളിലും കൃത്യമായിട്ടുള്ള പ്രാക്ടീസ്, ഡെസേർട്ട് പ്രാക്ടീസും അതേപോലെ ചൈനയുടെ സൈഡിൽ ബോർഡർ പ്രാക്ടീസും നടത്തുകയാണ്. അത് നമ്മളുടെ മെക്കനൈസ്ഡ് വാർഫെയർ ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്തുള്ള മിഷനറീസ് വെച്ചുകൊണ്ടുള്ള പരീക്ഷണമാണ് നടത്തുന്നത്. അതുപോലെ ഇന്ത്യ 105mm ഫീൽഡ് ഗൺ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ഫയർ പവർ, അതായത് ഓട്ടോമാറ്റിക്കലി തന്നെ ഇത് കൃത്യമായിട്ട് എതിരാളികളുടെ ടാസ്കിനെ കണ്ടെത്തി ഫയർ ചെയ്യും. അപ്പോൾ ഇത് ബൂസ്റ്റിംഗ് ആക്യുറസി ഫയർ പവറാണ് ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയം കൃത്യമായിട്ട് അർമേനിയ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അർമേനിയ ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള ആയുധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എല്ലാ തരത്തിലുള്ള മിലിറ്ററി എക്യുപ്മെൻസും അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഫെസിലിറ്റി ഒരുക്കണമെന്നാണ് അർമേനിയ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നല്ലൊരു ഡീലാണ്. ഇന്ത്യ അർമേനിയ തമ്മിലുള്ള ഈ ഒരു കൂട്ടുകെട്ട് ശരിക്കും ഇന്ത്യയുടെ ഡിഫൻസ് പാക്കേജിൽ ഏതാണ്ട് 250 ബില്യണോളം കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്നാണ് പൊതുവിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ പ്രധാനമായിട്ടും പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് AI ടെക്നോളജി. AI ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യ വൈകാതെ തന്നെ ഒരു AI ചാറ്റ് ബോട്ട്, ഇന്ത്യയുടേതായിട്ടുള്ള തനതായിട്ടുള്ള AI ചാറ്റ് ബോട്ട് ഇറക്കാനുള്ള ശ്രമത്തിലാണ്. കാരണം വേറെ ഒന്നുമല്ല, AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം തന്നെ US-ലേക്കും ചൈനയിലേക്കുമാണ് ഫോക്കസ് ചെയ്യുന്നത്. അത് ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ വല്ലാതെ പിടിച്ച് ഉലുക്കുന്നുണ്ട്. ഈ മേഖലയിൽ കൃത്യമായിട്ടുള്ള പഠനം നടത്തിയതിനെ തുടർന്നാണ് ഗവൺമെൻറ് ഇത്തരത്തിൽ കുറച്ച് എഫക്റ്റീവായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ കൂടുതൽ പ്രാധാന്യം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.